ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 7 മണിയായി. അപ്പോൾ ഇന്നൊരു നൈറ്റ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളൊന്ന് കറങ്ങാൻ പോവുകയാണ്, കോഴിക്കോടേക്ക് ഒന്ന് നൈറ്റ് റൈഡിന് പോവുകയാണ്. എമിവാവയും മിന്നും ഉണ്ട് കേട്ടോ. അല്ലോ കണ്ണിൽ ലൈറ്റ് അയച്ചോയടാ, ഷോരിയടാ. ഇവിടത്തേക്ക് കുറച്ച് ലിസ്റ്റ് സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ മിന്നോ ലിസ്റ്റ് തയ്യാറാക്കിക്കോ. മനസ്സിലോ എൻ്റെ ആരാ. ഇപ്പം ഞങ്ങൾ ആദായമുള്ള സൂപ്പർ മാർക്കറ്റ് നോക്കി ഇറങ്ങുകയാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളെ നാട്ടിൽ നല്ല ഡിസ്കൗണ്ട് തരുന്ന സൂപ്പർ മാർക്കറ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. വല്ല അടുത്ത പോക്കിന് പോകാലാടാ. ഞങ്ങൾ ഇത് ഇന്നത്തോടെ നിർത്തുമൊന്നും ഇല്ലല്ലോ. ഒരു പുരയിൽ നമുക്ക് ആവശ്യമായ പല സാധനങ്ങളും എല്ലാ മാസവും വാങ്ങാനുണ്ടാകുമല്ലോ. അപ്പം വെറൈറ്റി കടകൾ നോക്കി നമുക്കിങ്ങനെ ഇറങ്ങാം. ഞങ്ങളിനി മന്ത്ലി വൺസൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇല്ലേ. പിന്നെ ഓഫറുള്ള നോക്കി കുറേ അധികം ഇങ്ങനെ വാങ്ങി വെക്കുക. ഇനി ആൾ അങ്ങനെയൊക്കെയാ. എൻ്റെ ആരാ ഇനി ഞാൻ ഓഫറുകാരാണ്. എൻ്റെ ഗുരു ഓന് പോകാൻ തിരക്കായിട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം ഇവിടുന്ന് അങ്ങ് ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ പല പ്ലാനും ഉണ്ട്. അത് നിങ്ങൾ വേഗം അങ്ങ് ഇവൻ എന്തെല്ലാം പ്ലാന് എന്ന് ആദ്യം തന്നെ അറിഞ്ഞ് നിങ്ങൾ ഓഫാക്കി അങ്ങ് പോകണ്ട. അതുകൊണ്ട് ആദ്യം ഒന്നും പറയാല്ല, അവസാനം വരെ കുത്തിരി ഞങ്ങൾ കണ്ടുകൂടും. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് ഇറങ്ങുകയാണ്. ബാക്കി മെല്ലെ ഞങ്ങൾക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ പോകുന്ന ആൾട്ടോ 800-ലാണ്. ഹലോ എമിയാവക്ക് തെക്കായിപ്പോയി പോവാൻ. കിളി ബ്രോ. അപ്പോൾ നമുക്ക് ആദ്യം ഗേറ്റ് അങ്ങ് അടക്കുക. അനിയനുണ്ട്, അവൻ ജിമ്മിന് പോയത്, അവനിപ്പോൾ എത്തും. അപ്പോൾ ഞങ്ങളെന്നാ ഇത് ടോപ്പ് ഇതാക്കി പുറത്തേക്ക്. അങ്ങനെ കഴിച്ച് ഞങ്ങളിതാ കാരപ്പറമ്പുള്ള റിലയൻസിൻ്റെ പാർക്കിങ്ങിലാണുള്ളത്. എമിക്കുട്ടൻ്റെ വീട്ടിൽ എന്തൊക്കെയോ ടോയ്സൊക്കെ വാങ്ങാനുണ്ട് ഇല്ലടാ. ഇനിയല്ലേ പർച്ചേസ് മാനേജർ, ഇനിയല്ലേ പർച്ചേസിന് കിങ്കിരി ടൗസർ ഇക്കാണ്ട പർച്ചേസിന് വന്ന്. ഇനി അല്ല ആലാണല്ലോ പക്ഷെ ഇക്കാണ്ട് വന്നിക്കോയെ. ഓ ഇതെന്താ പമ്പേഴ്സ് എടുത്ത് പർച്ചേസിന് വന്ന്. അപ്പോൾ ഇതാ അവിടെ നമുക്ക് എന്തെങ്കിലും ഉള്ളിക്കാര്യം നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഓഫർ ഉള്ളതെന്നല്ലേ. പിന്നെ ഓഫർ നോക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. കമോൺ ഗൈസ്, ഇറങ്ങിക്കെന്നാൽ. ശ്രദ്ധിച്ചോ ഇതാ. അങ്ങനെ ഗൈസ് ഞങ്ങളിതാ റിലയൻസ് എന്ന സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി അടുത്ത ഓഫറുള്ള കട എവിടെയാ? അടുത്ത ബീച്ചിൽ എന്തേ ഓഫർ ഉണ്ടോ നോക്കിയാലോ ഇനി നമുക്ക് അല്ലേ. ബീച്ചിൽ എനിക്കിട്ടാ വേറൊരു ടോപ്പ് കോമഡി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളിയും തക്കാളിയും ഓഫർ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിയണമെങ്കിൽ അതിൻ്റെ നാട്ടിലുള്ള വില അറിയണമല്ലോ. ഞാളൊന്നും പൈസ നോക്കി വാങ്ങലില്ല ലൈനോ. 1 കിലോ ഉള്ളിക്ക് എത്രയാന്ന് മാർക്കറ്റ് വില എത്രയാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. തക്കാളിക്ക് എത്രയാ അതൊന്നും എനക്കറിഞ്ഞോളൂ. ഉള്ളോ അറിയാലോ. പൈസ ചോദിക്കും അതിന് എത്രയാന്ന് ചോദിക്കും വരുന്നതോ മടി പോലെ. വാണ്ടിയ പൈസ 100 രൂപ ഉള്ളത് വാങ്ങി വരുക അല്ലാണ്ട്. എൻ്റെ ആരാ എൻ്റെ കച്ചിന്നെ ഇനി മുതൽ എല്ലാത്തിൻ്റെയും ഞങ്ങൾ വില ചോദിക്കൂട്ടോ. കാരണം ഓഫർ ഉണ്ടോയെന്ന് അറിയാൻ. ഇൻ്റെ കിലി 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 മുഗദാർ ബീച്ച്. ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞ് എത്തി കേട്ടോ. എന്താ ഒരു 10,000-2,000 ഉറുപ്പ്യൻ്റെതാണ് ഈ കാണുന്നത്. എന്താ അതിൽ മാത്രം ഒതുങ്ങുമല്ല, സീറ്റ് ബെൽറ്റ് ഇടാണ്ട് വന്നതിന് ഉള്ള ഫൈന്. അപ്പോൾ ഇതാ നല്ല നോക്കി അപ്പൊ കൈയിട്ടപ്പോഴേക്കും ഓന്റെ അടുത്തേക്ക് തന്നെ ചാടിയപ്പോ അത്ര മതി ഞാൻ ആക്കിക്കോളാം. അപ്പൊ നിങ്ങൾ കുടുക്കിയപ്പോ ഫോണ് വന്ന് അതായിരിക്കും കുടുക്കിണ്ടാവില്ല നല്ലോണം. അതൊക്കെ ഇത്താളെ നോക്കുന്നേ. ഇത് ബെൽറ്റ് കയ്യുമ്പോൾ മാത്രം ഒരു കഥയുള്ളൂ. നല്ല രസമുണ്ടാവും. ഓഫറിന്റെ പൈസ സാധനം 10 റുപ്യന്റെ ലാഭം നോക്കി പോയിട്ട് ഇതെന്താ അല്ലോ പോവണ്ട. അപ്പോൾ നമ്മൾ വാങ്ങിയ ഒറ്റ മിനിറ്റ് ഇപ്പൊ വെക്കാം കേട്ടോ. ഇതാ ഇപ്പൊ ആദായത്തിന് കിട്ടിയത് 2.5 കിലോ 50 റുപ്യക്ക് കിട്ടി ഉള്ളി. പക്ഷെ ചെറിയ ഉള്ളി കേട്ടോ. ഇത് വണ്ടിക്കാരോട് വാങ്ങിയതാ. പിന്നെ റിലയൻസ് എന്ന് വാങ്ങിയതാണ് ഇതൊക്കെ.
ഈ ഓയിൽ അല്ലേ ഇത് 127 റുപ്യ കേട്ടോ 1 ലിറ്റർ ഓയിലുള്ള 137. കുറേ പൈസ ലാഭമുണ്ട്. അതുപോലെ ഓട്സ് ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ ഉണ്ട്. പിന്നെ ഇതാ ഈ പാത്രം കാണിച്ചു കേട്ടോ. എനിക്ക് ഈ കണ്ടെയ്നറിനാകെ 200 റുപ്യക്ക് 3 എണ്ണം കിട്ടിയില്ലേ. നല്ല സ്ട്രോങ് 199. നല്ല സ്ട്രോങ് കണ്ടെയ്നറാണ്. ഇത് അവിലൂസ് പൊടി ഇട്ട് വെക്കാനുള്ളതാ. നല്ല സ്ട്രോങ് കണ്ടെയ്നറാ. ഭർത്താവൊക്കെ ഇട്ട് വെക്കാം, ഒന്നും ആകുകയല്ല. മൂടി നല്ല ഇതാ, ഇങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ഉള്ളിലേക്കാകുന്നു. എൻ്റെ ഒരു മിനിറ്റ് ആപ്പി ഒന്ന് വീഡിയോ ഇട്ടോട്ടെ, ഒന്ന് വീഡിയോ ഇട്ടോട്ടെടാ. വണ്ടി എന്തി തന്നോ ഇമീൻ്റെ പുട്ടുപൊടി ഇതിനും ഒരു 30 റുപ്യായിട്ട് ലാഭം കിട്ടി. ഓഫറിൽ വാങ്ങിയതാ. പിന്നെ നമ്മൾ വാങ്ങിയ നല്ല സ്ട്രോങ് സാധനമാണ് കേട്ടോ. ഇതിന് 400 റുപ്യ ഉണ്ട്. പക്ഷേ ഇമ്മ കാര്യം നിൽക്കാം, ഇത്രയും സ്ട്രോങ്ങാണ്. പിന്നെ എവിടേക്ക് ഇരിക്കുമ്പോൾ ഒന്ന് കാല് വെക്കാം. ഇത് അതിൽ കറക്റ്റ് പറയുന്നുണ്ട്. അതിൽ ബോക്സ് കണ്ടെയ്നർ ഇതാ. കാല് നീട്ടി വെക്കുക, അതേപോലെ കാര്യം നിൽക്കുക, ഡംബിൾസ് വെക്കുക, കമ്പ്യൂട്ടർ വെക്കുക, എല്ലാത്തിനും പറ്റിയ ഒരു പവർഫുൾ സാധനമായത്. ഞാനൊന്ന് കാര്യം ഉദ്ഘാടനം കഴിക്കട്ടെ. ഇതാ സ്ട്രോങ്ങാ എന്നിട്ട് ഞാൻ കാര്യമായിട്ട് പൊട്ടിക്കണ്ട ഉണ്ടാവും. ഉഷാറ് കാര്യം നിൽക്കാം. എമിയാവ് എനിക്ക് കാര്യം നിൽക്കാൻ നോക്കണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഈ ചൂടിപ്പടഞ്ഞ ആൾ വാങ്ങിയതാ നിങ്ങൾ വിചാരിക്കേണ്ട, അത് ഉണ്ടാക്കി കൊണ്ടുവന്ന. ഇത്രയും സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം മിന്നുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? പച്ചക്കറി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാട്ടോ. ഏകദേശം ഒരു 500 രൂപയോളം പച്ചക്കറിക്ക് വേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മാസത്തേക്കുള്ള ഒരു പർച്ചേസ് ആണിത്. എന്താ ഇടയ്ക്കൊക്കെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പൈസ ഇങ്ങനെ കൊണ്ടാക്കാണ്ട് ചിലവൊക്കെ ഞാൻ അല്ലേ പൊരയിൽ ഭാര്യക്ക് ഇടയ്ക്കൊക്കെ 2-3 പാത്രമൊക്കെ വാങ്ങി കൊടുക്കണം. ഉണ്ടോ അന്നല്ല നമ്മൾ ഇടയ്ക്കിടക്ക് അല്ലോ അതിൻ്റെ അവനെടുത്താ അപ്പോൾ ഇടയ്ക്കൊക്കെ 2 പാത്രങ്ങൾ വാങ്ങി കൊടുക്കണം. അപ്പോൾ അവർക്ക് അതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അത്രേ പറയാനുള്ളൂ, കൂടുതലായിട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോയി. ഞാളിന്ന് പോയതെന്ന് വെച്ചാൽ മുഗദാർ ബീച്ചിലൊന്ന് പോയി, ഒന്ന് കറങ്ങി, അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച്. നല്ല അടിപൊളി ചായയാണല്ലേ. പിന്നെ മുഗദാർ ബീച്ചിലുള്ള നല്ല എന്തോ ഏലക്കായോ ഗ്രാമ്പോ എന്തോ നിട്ട് കയ്യിലോല് നല്ല രസമുള്ള ചായ. പണ്ട് ഞാൻ അങ്ങനത്തെ ചായ ഒക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പണ്ട് ചായ കലക്കിയിട്ട് പിന്നെ സാൻഡ് ബാഗ്സ് ബീച്ചിൽ കൊണ്ടുപോയിട്ട് ബിറ്റീന് ഒരു 2 ദിവസം. അവസാനം ആദ്യത്തെ ലാഭം പറയട്ടെ, ആദ്യത്തെ ദിവസത്തെ ലാഭം ഒരു 5 പഴംപൊരിയും ഒരു 5 ചായയും. കാരണം മുതൽ മൊത്തം പിന്നെ മുതലേ കിട്ടിയിട്ടുള്ളൂ, കുറച്ച് ബാക്കിയായി പോയി. അപ്പം ലാഭം പഴംപൊരിയും ചായയും. പുരയിലെത്തി അത് കുടിച്ച് പിറ്റേന്നും പോയി. അതുപോലെ തന്നെ അന്നും അങ്ങനെ തന്നെ. പിന്നെ സമയം കിട്ടാണ്ട് അങ്ങ് ഒഴിവാക്കി. അങ്ങനെ എന്തെല്ലാം ചെയ്തു നോക്കിക്കും മക്കളെ ജീവിക്കാൻ. അവസാനല്ലേ ഇവിടെ എല്ലാം എത്തി ഇങ്ങനെയല്ല ആയത്. ഒന്നും പറയണ്ട എമിക്കുറ്റാ, ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ് പഠിച്ചോട്ടോ, ഇല്ലാണ്ട് ജീവിക്കാനാവല്ലോ അവനെ. പച്ചക്കറി ഞാനും എമിവാവയും പോയി വാങ്ങിയ കേട്ടോ. പറമ്പിൽ വസാതാ പച്ചക്കറി വാങ്ങിയ 500 റുപ്യക്കവും വാങ്ങി. എല്ലാം കഴിഞ്ഞ് ഒരു മാസത്തേക്കുള്ള പർച്ചേസ്. ഇനി ഒരു മാസം കഴിയാണ്ട് പോകും പറയണ്ട കേട്ടോ. ഒക്കെ ആയിക്കേ. ഓക്കെ, എമീല അങ്ങോട്ട് പറയണം നാളെ. എനിക്കുള്ള ലായിക്ക് മോളെ, ഇനി എന്നെ നോക്കണ്ടേ ഒന്നിനും. സാധനമൊക്കെ ആയിക്ക്. തടി ഓട്സൊക്കെ വാങ്ങിക്ക്. പഠിച്ചോന്നറിയാം ഇത് കുടിക്കുമെന്ന്. തടി കുറക്കണം എന്നൊക്കെ ഉള്ള ഇതാണ്. ഒരു 10 കിലോ എങ്കിലും ഒന്ന് കുറക്കണം എന്നൊരാഗ്രഹമുണ്ട്. 93 ഇപ്പോൾ ഉള്ളത്. ഒരു 80 എങ്ങനെയെങ്കിലും എത്തിക്കണം അതിന് പിന്നോ. അവൻ്റെ സ്റ്റൂളും ഇപ്പം തന്നെ കാര്യമൊക്കെ നോക്കുക. എന്നാ പിന്നെ ആയിക്കോട്ടെ, വേറെ ഇല്ലാലോ. ഇൻഷാ അല്ലാ ഇടയ്ക്കങ്ങനെ ഇങ്ങനെ ഓരോന്നല്ലായിട്ട് നമുക്ക് ഇനിയും കാണാം. എന്നാ പിന്നെ ആയിക്കോട്ടെ, എല്ലാവരും ഉള്ളവും തിന്ന് കിടന്നോ. ഓക്കെ ബൈ. നിങ്ങൾ കമൻറ്റ് ചെയ്യേ. അതും ഇതുമെല്ലാം കമൻറ്റ് ചെയ്യേ. എന്നിട്ട് കുറച്ച് ആളുകളിലേക്കൊക്കെ വീഡിയോ എത്തട്ടെ. എന്നാ ചെയ്യണ്ടേ? എന്നിട്ട് വേണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവാനല്ലേ. അത് പറ്റും. എന്നാൽ ഉള്ളവും തിന്ന് കിടന്നോ. ആയിക്കോട്ടെ, ശരി എന്നാ.